ഹലോ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു മാമോദീസ ഫംഗ്ഷൻ ഉണ്ട് വിദ്യാ റെസിഡൻസി വെച്ചിട്ട്. അപ്പോൾ എൻ്റെ മമ്മയുടെ അനിയത്ര മോൻ്റെ കുട്ടിയുടെയാണ്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഊട്ടി പോകാൻ. അവിടുത്തെ ഫുഡ് അടിച്ചിട്ട് വേണം ഊട്ടി പോകാൻ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. അങ്ങനെ ഇനി ഞാൻ റെഡിയാവാൻ പോവാണ്. ഇച്ചായനാണെങ്കിൽ 2 കുട്ടികളെയും റെഡിയാക്കുന്നുണ്ട്. ഇച്ചൂട്ടിനും എബിക്കോട്ടിനും ആണെങ്കിൽ സെയിം ഡിസൈനും സെയിം പാറ്റേണിലുള്ള ഷർട്ടാണ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ചില ഫംഗ്ഷൻസിലൊക്കെ ആണെങ്കിൽ അവർക്കാണെങ്കിൽ സെയിം ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഞങ്ങൾ നോക്കും. ഇപ്പം ആണെങ്കിൽ നമ്മൾ ഈ ട്വിൻസുകാരിടത്തില്ല, അതുപോലെയാണ് ഇപ്പോൾ 2 പേരും സെയിം ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ഇപ്പം മാത്രമേ നമുക്ക് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ ചോയ്സും ആണല്ലോ. അങ്ങനെ ഇനി ഞാൻ റെഡിയായിട്ട് വേണം ഇച്ചായന് റെഡി ആവാൻ. മമ്മിയാണെങ്കിൽ താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ ആണെങ്കിൽ ഇന്ന് കച്ചവടം ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പപ്പ ആണെങ്കിൽ ഫംഗ്ഷന് വരുന്നുള്ളൂ. ഫംഗ്ഷൻ ആണെങ്കിൽ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 11:30 ഞങ്ങളാണെങ്കിൽ എല്ലാവരും റെഡിയായി. അങ്ങനെ മുടി കെട്ടാനായിരുന്നു കുറേ സമയം എടുത്തിട്ട്. കെട്ടിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നേ ഇല്ലായിരുന്നു. ഇച്ചൂട്ടിൻ്റെ ഡെലിവറി ടൈമിലായിരുന്നു ഞാൻ മുടി ഒന്ന് കട്ട് ചെയ്തത്. ഇനിയിപ്പം മുടി കട്ട് ചെയ്തും ഒന്ന് സെറ്റ് ചെയ്യേണ്ട ടൈമൊക്കെ ആയി. പക്ഷെ ഇവരെയും വെച്ചുകൊണ്ടാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവമല്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് നാട്ടിൽ വരുമ്പോൾ വേണം മമ്മിയെ 2 കുട്ടികളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും അതൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പോകാൻ. അങ്ങനെ ഞങ്ങൾ വിദ്യാ റെസിഡൻസിയിലേക്ക് എത്തി. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഒരു ചെറിയ സിമ്പിൾ പരിപാടിയൊക്കെ നടത്താൻ നല്ലൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് തുടങ്ങി. ഞങ്ങൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരുമായിട്ട് കൂടുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ കുറേ ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ഒന്നെങ്കിൽ ടൈം അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലായിരിക്കും ചിലപ്പോൾ ഫംഗ്ഷൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ എന്നും ട്രാവൽ ടൈം ആണെങ്കിൽ സാറ്റർഡേ രാത്രി ഇവിടെ ഇറങ്ങും, സൺഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മൺഡേ ഇങ്ങനെ തിരിച്ചു പോരും. അങ്ങനെയാണ് ഞങ്ങളുടെ റൊട്ടീൻ. അതുകൊണ്ട് കുറേ ഫംഗ്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ഇന്ന് എന്തായാലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും പറ്റി, എല്ലാവരെയും കാണാനും പറ്റി. എബിക്കുട്ടനാണെങ്കിൽ വണ്ടിയിൽ കിടന്നുറങ്ങി. എന്നിട്ട് ആ ഉറക്കത്തിൽ നിന്ന് അവനെ എണ്ണിപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് അവന് ആകെ ഒരു മൂഡ് ഔട്ട്. അങ്ങനെ എബിക്കുട്ടനോട് പറഞ്ഞു വാ നമുക്ക് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ആള് ഒന്ന് ചെറുതായിട്ട് ഉഷാറായിട്ട് വരുന്നു. ഇതിവിടെ എന്താ സംഭവം നടക്കുന്നത്? ആക്ച്വലി കാറിൻ്റെ കീ ആണെങ്കിൽ കാറിൻ്റെ അകത്ത് പെട്ടുപോയി. അപ്പം അതെടുക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ശ്രമിച്ചു കാറിൻ്റെ കീ എടുക്കാൻ. പക്ഷേ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ടാണ് കാറിൻ്റെ കീ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി പപ്പായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇനി തിരിച്ചിന്ന് ഊട്ടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ അപ്പാപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അവനാണെങ്കിൽ എപ്പോഴും നിൽക്കണമെന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇച്ചായനോ നിൽക്കുകയാണെങ്കിൽ അവൻ നിൽക്കാനായിരുന്നു അവന് താല്പര്യം. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, അവൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. മമ്മ ഡാഡൊക്കെ പൊക്കോ, കുഴപ്പമില്ല, മോൻ കരയില്ല, ഞാൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അവനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ്. ഇനി പാതി ദൂരം പോയിട്ട് ഇനി തിരിച്ചു വരേണ്ട അവസ്ഥയാവുമോ എന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം മമ്മിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പം എബിക്കുട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവനൊരു കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ അവനെ അവിടെ വിട്ടിട്ടാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കടയിൽ ബാംബൂലാണെങ്കിൽ സർബത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാംഗോ സർബത്താണ് ഓർഡർ കൊടുത്തത്. പൈനാപ്പിൾ സർബത്ത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ പൈനാപ്പിൾ തീർന്നുകൊണ്ട് ഞങ്ങൾ മാംഗോ സർബത്ത് തന്നെയാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു, അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എരിയും പുളിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സർബത്ത്. ഞങ്ങളാണെങ്കിൽ എബിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടിയാണെങ്കിൽ ആകെ സൈലൻ്റ് ആയിരുന്നു. എബിക്കുട്ടനുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും കലപിലാന്ന് സംസാരിച്ചും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ഞങ്ങൾ 2 മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചൈന അങ്ങനെ അത്രയും ഇല്ലായിരുന്നു. എന്താ ഡെലിവറി സമയത്താണെങ്കിൽ ചൈന അങ്ങനെ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എബിക്കുട്ടനായിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. അപ്പം ചായ കുടിക്കാൻ ഇറങ്ങി. മുട്ട ബജിയും പഴംപൊരിയും ഒക്കെ ഞങ്ങൾ കഴിച്ചു. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.